الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل كلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم بنفسي بتقوى الله قال الله تعالى في القرآن الكريم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസി സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമശാസനകളും ജീവിതത്തിൽ എല്ലായ്പ്പോഴും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയോടുകൂടി ജീവിക്കുവാൻ, ഈമാനോടുകൂടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയാവാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെയും സൽവൃത്തരുടെയും കൂടെ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങൾ പ്രത്യക്ഷത്തിൽ രണ്ടെണ്ണം. അതിലൊന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തന്നെ ഗുണം കിട്ടുന്ന കർമ്മങ്ങളായിട്ടുള്ളത്. രണ്ടാമത്തത്, നമുക്ക് ഗുണം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ സഹജീവികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് കൂടി ഗുണം കിട്ടുന്നതായിരുന്നു. അപ്പൊ ഈ കർമ്മത്തിന്റെ ഫലം, എല്ലാ കർമ്മത്തിനും യഥാർത്ഥത്തിൽ രണ്ട് ഫലമുണ്ട്. അത് നിസ്കാരമായാലും ഏത് കർമ്മം നമ്മൾ സ്വയം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഏതൊക്കെയോ വശങ്ങളിലൂടെ അതിന്റെ നന്മകൾ സമൂഹത്തിലും കൂടി പ്രസരിക്കണം, പ്രകാശിപ്പിക്കണം എന്നാണ്, അതിന് ഗുണം കിട്ടണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബി കിറാമുകളും വളരെ ശ്രദ്ധയും സജീവതയും ഉത്സാഹവും കാണിച്ചൊരു മേഖലയാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ ചരിത്രത്തിലുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. മദീനയിലേക്ക് വന്നപ്പോ രണ്ട് പെൺകുട്ടികൾ അവർക്ക് വെള്ളം കോരി കൊടുക്കുന്ന ചരിത്രം കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരുടെ ഉത്തമരായ അനുയായികളുടെയും ജീവചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, എല്ലാ നന്മകളും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. പക്ഷെ അള്ളാഹ് നമുക്ക് ചില നന്മകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വയം ശക്തിപ്പെടുക, ഞാനായി മാറുക എന്നത് മാത്രമല്ല, നമ്മളോട് ഒട്ടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് കൂടി നമ്മളിലൂടെ ഗുണം കിട്ടണം എന്നുള്ളതാണ്. അത് ഏത് കാര്യമായാലും, സമ്പത്ത് മാത്രമല്ല, ആരോഗ്യം, അറിവ്, കഴിവ്, ബുദ്ധി, നമ്മുടെ എല്ലാ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും മറ്റു മനുഷ്യർക്കും കൂടി ഉപകാരപ്പെടണം.
എല്ലാറ്റിനും ഒരു ഗുണം പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദാനങ്ങളിൽ ഒന്നാണ് സ്വതക്ക, പുഞ്ചിരിക്കുക. മനുഷ്യന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് ദാനാണ്. ഇതെങ്ങനെയാണ് ദാനാവുക? ആരോഗ്യശാസ്ത്രം നമ്മോടതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സന്തോഷത്തോടുകൂടി ചിരിക്കുക, ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നത് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അവരിൽ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഹോർമോണുകളുണ്ട്. സെറോട്ടോൺ, അതുപോലെ തന്നെ എൻഡോർഫിൻ പോലുള്ള സംഗതി നമ്മുടെ വിഷാദങ്ങളെ അകറ്റി മനസ്സിന് സന്തോഷം നൽകുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആശ്വാസം പകരുന്ന അങ്ങനെയുള്ള ചില ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ ധാരാളമായി ഉത്പാദിപ്പിക്കപ്പെടുന്നു ചിരിക്കുമ്പോൾ എന്ന് ശാസ്ത്രം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വതക്ക ദാനമാണ്, പുഞ്ചിരി ദാനമാണ് എന്നാണ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു മനുഷ്യന്മാർക്കും ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ചില വീടുകളിലേക്ക് പോകും, ആളുകളെ സഹായിക്കും. എല്ലാ മനുഷ്യന്മാരും എല്ലാ സ്വഹാബികളും ക്രൂരമായ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭാണ്ഡക്കെട്ടൊക്കെ എടുത്തിട്ട് നാടുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ യാത്ര തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തെ മുശ്രിക്കായിട്ടുള്ള കാഫിറായിട്ടുള്ള ഇബ്നു ദുൽന അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത്. താങ്കൾ ഇങ്ങോട്ടേക്കാണ്, ഞാനും പോവാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ, താങ്കൾ പോകാൻ പാടില്ല, താങ്കൾക്ക് ഞാൻ അഭയം തരും. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് താങ്കൾ ഗുണം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, പ്രയാസപ്പെടുന്നവർക്ക് താങ്കൾ ആശ്വാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഖദീജ ബീവിയുടെ അടുത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ച് മൂടിക്കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വർത്താനമുണ്ടല്ലോ, പാവങ്ങളെ സഹായിക്കുന്ന, അശരണർക്ക് താങ്ങാവുന്ന, പ്രയാസപ്പെടുന്നവർക്ക് എളുപ്പം നൽകുന്ന താങ്കളെ അല്ലാഹു കൈവിടില്ല. അപ്പൊ പ്രവാചകനും പ്രവാചകന്റെ സഹാബി കിറാമുകളും ഒക്കെ ആ രീതിയിൽ ആ മനുഷ്യരെ, തന്റെ കൂടെയുള്ള മനുഷ്യരെ പരിഗണിച്ച, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യന്മാരാണ്. അവരുടെ വിശ്വാസത്തോടൊപ്പം അവരുടെ കർമ്മത്തോടൊപ്പം അവർ ചേർത്ത് വെച്ച കർമ്മങ്ങളാണ് മറ്റു മനുഷ്യർക്ക് വേണ്ടി കൂടി തന്റെ അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകളെയും അധ്വാനത്തെയും സമ്പത്തിനെയും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ് യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിറു ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം. പടച്ച തമ്പുരാൻ ആകാശഭൂമികളുടെ താക്കോൽ അവന്റെ അധീനതയിലാണ്, അള്ളാന്റെ കയ്യിലാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അളവറ്റ വിഭവങ്ങൾ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും എന്നെ കുറവ് വരുത്തുകയും ചെയ്യും. അത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും സാമ്പത്തികമായി ധാരാളമുള്ള അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുണ്ടാവും. അത്രയൊന്നും അള്ളാഹുവിന് ആ രീതിയിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അന്നന്ന് പണിയെടുത്ത് അന്നന്നുണ്ടാക്കുന്ന, അന്നന്ന് പണിയെടുത്തിട്ടില്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിൽ തീ പുകയാത്ത, അല്ലെങ്കിൽ വരുമാനമില്ലാതെ ആയി പോകുന്ന മനുഷ്യന്മാരും നമുക്കിടയിലുണ്ട്. അപ്പൊ അള്ളാഹു അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മോട് പറയുമ്പോൾ തന്നെ അതിങ്ങനെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് അള്ളാഹു മുമ്പിൽ ഇങ്ങനെ കുമ്പിടലും സുജൂദ് മാത്രമല്ല ഇബാദത്ത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്ത് വൽ കിതാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്ത് കാണാം. ഏതെങ്കിലും ഒരു വാർത്തയ്ക്ക് തിരിഞ്ഞു നിൽക്കുക എന്നത് മാത്രമല്ല പുണ്യം, അത് അള്ളാഹുവിൽ വിശ്വസിക്കലും മലായികത്തുകളിൽ വിശ്വസിക്കലും പരലോകത്തിൽ വിശ്വസിക്കലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. നബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ വബിനസ് സബീൽ വസ്സായിലീന വഫിൽ റിഖാബ് വഖാമസ് സ്വലാത്ത് വആത്തസ് സക്കാത്ത്. അപ്പൊ നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക എന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട മിസ്കീനുകളായ
ചോദിച്ചു വരുന്ന അഗതികളായ നിസ്സഹായരായ മനുഷ്യന്മാരെ പരിഗണിക്കൽ കൂടിയാണ്. അതും പുണ്യപ്രവർത്തനം. അതൊക്കെ ചേർന്നതാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും കൊടുത്താൽ അവരുടെ പൊതുബോധം അങ്ങനെയാണ്. കുറെ എന്തെങ്കിലും ഒരു അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചാൽ, എന്തെങ്കിലും ആചാരം നിർവഹിച്ചാൽ, അവർക്ക് എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ ചെയ്താൽ തൃപ്തിപ്പെടുന്ന ദൈവമാണ്. പല മതങ്ങൾക്കും അങ്ങനെയാണ്. അതിനപ്പുറത്ത് പ്രത്യേകമായ ഒരു ഉത്തരവാദിത്തം. പക്ഷെ അള്ളാഹുവിനോടുള്ള കടപ്പാട്, സൃഷ്ടികളോടുള്ള കടപ്പാട് കൂടി ചേർന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹിനോട് മാത്രമുള്ള കടപ്പാടുകൾ നിർവഹിച്ചു പോകുന്ന ആൾക്ക് അള്ളാഹ് ഒരു സ്വർഗം ഓഫർ ചെയ്യുന്നില്ല. തന്റെ കൂടെയുള്ള തന്റെ സഹജീവികളായ മനുഷ്യന്മാർക്ക് വേണ്ടി സേവനം ചെയ്ത് അതിലൂടെ എന്നെ കണ്ടെത്തണമെന്നാണ് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പറയുന്നു. ഹദീസ് കാണാനോ, സ്വഹിയായ ഹദീസ്. ഞാൻ നിന്റെ അടുത്ത് അഗതിയായി വന്നിട്ടുണ്ട്, രോഗിയായി വന്നിട്ടുണ്ട്, വസ്ത്രമില്ലാത്തവനായി വന്നിട്ടുണ്ട്, ഭക്ഷണമില്ലാത്തവനായി വന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പം നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, അന്ത റബ്ബുൽ-ആലമീൻ, നീ റബ്ബുൽ-ആലമീനാണ്, നിനക്ക് വിശക്കുവോ, നിനക്ക് പട്ടിണി കിടക്കുകയോ, നീ രോഗിയാവുകയോ, നീ പാവപ്പെട്ടവനാവുകയോ, എന്താ പടച്ചവനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പടച്ചവൻ തിരിച്ചു പറയും, എന്റെ ഇന്ന അടിമ നിന്റെ അയൽവക്കത്തുണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിലായിരുന്നു, നിന്റെ കൂടെ നിന്റെ തോളോട് തോൾ ചേർന്ന് നമസ്കാരത്തെ പള്ളിയിലുണ്ടായിരുന്നു, എന്നും നീ കാണുകയും ചിരിക്കുകയും വർത്തമാനം ചെയ്യുകയും. പക്ഷെ അവരെ പരിഗണിച്ചില്ല. അവരെ പരിഗണിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് അന്നം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായത്തേട്ടത്തിന്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഉപജീവനത്തിന്, അള്ളാഹു നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുന്നതിന് ദുർബലരെ സഹായിക്കണം എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് മിസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഹൽ തൻസുറൂന, നിങ്ങൾ സഹായിക്കപ്പെടാതിരിക്കും. നിങ്ങൾ സഹായിക്കപ്പെടുക എന്നത് അത് ദുർബലരെ സഹായിക്കുന്നതിലൂടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിലൂടെ, അവരെ പരിഗണിക്കുന്നതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ പക്കലുള്ള ഉപജീവനത്തിനും അവന്റെ സഹായത്തിനും നിങ്ങൾ അർഹനായി തീരുമെന്ന് പറയുന്ന ദീർഘമായ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് മറ്റു മനുഷ്യരെ പരിഗണിക്കാൻ വേണ്ടി വിശ്വാസവും തൗഹീദും അതോടൊപ്പം തന്നെ കർമ്മങ്ങളും നിർബന്ധ കർമ്മങ്ങളൊക്കെ കൽപ്പിക്കുമ്പോൾ തന്നെ പ്രവാചകൻ അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ടതായി ഇതൊക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ട്, മൻ നഫസ അൻ മുഅ്മിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ ആ മറ്റൊരു മനുഷ്യന്റെ പ്രയാസം ദൂരീകരിക്കാൻ, ഭൗതികമായ എന്തെങ്കിലും ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ ഒരു ക്ലേശം പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. ഇനി മറ്റൊരു മനുഷ്യൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസം അതിനൊന്ന് മാറ്റി എന്നെ കൊണ്ടാവുന്ന വിധം അവനൊരു ആശ്വാസം കൊടുക്കുക, എളുപ്പമായി കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുണ്ടാക്കി തരും, അല്ലെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമെന്നൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. ഖുർആനിലെ വിശ്വാസത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും സുപരിചിതമായ ആയത്താണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്, നിസ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരുടെ പോരായ്മകളായി പറഞ്ഞത് അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അനാഥരായ ആളുകളെ, അനാഥരായ മനുഷ്യന്മാരെ പരിഗണിക്കാത്ത, മിസ്കീനുകളായിട്ടുള്ള അഗതികളായ പാവപ്പെട്ട ആളുകളുടെ ആഹാരം കൊടുക്കാത്ത എന്നല്ല, കൊടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവരതിന് പ്രേരിപ്പിക്കാത്ത, പ്രോത്സാഹിപ്പിക്കാത്ത, അങ്ങനെ ഒരു മനസ്സില്ലാതെ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരനുസരിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സഹജീവികളെ പരിഗണിക്കാതെ ഞാൻ എന്നിലേക്ക് മാത്രം. സന്യാസ ജീവിതം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നത്. ഇസ്ലാമിലെ സന്യാസമൊന്നുമില്ല. പള്ളിയിൽ വന്നിങ്ങനെ ഇരുന്ന് ഫുൾ ടൈം ദിക്റും ചൊല്ലി പ്രാർത്ഥന, ദിക്റ്, നിസ്കാരം, അങ്ങനല്ല. മറ്റു മനുഷ്യന്മാരോടൊപ്പം ഇഴകി ജീവിക്കുകയും. ചില ഹദീസ്, വേറൊരു ഹദീസ് കാണാൻ സാധിക്കും,
മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതര മനുഷ്യന്മാരെ പരിഗണിക്കുക. കുടുംബത്തോട് ബാധ്യതയുണ്ട്, അയൽവാസികളോട് ബാധ്യതയുണ്ട്. അയൽവാസികളോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞ് അവർ അനന്തരാവകാശത്തിൽ അർഹരായി അള്ളാഹു നിശ്ചയിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്. അയൽവാസിയെ പരിഗണിക്കാമെന്ന് എന്താണ്? നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൈ ഉയർത്തപ്പെടുന്നിടത്താണ്. കൈ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നോ ഞാനിവിടെ നിൽക്കാം, അങ്ങനെ കൈ ഉയർത്തി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. നീ എവിടെ നിൽക്കും ഞാനിവിടെ. ഇതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ, അവരന്റെ വേദനയെ കണ്ടറിയാത്ത, പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഇബാദത്തുകൾ കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടുമോ ആലോചിക്കേണ്ടതാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെയാണ്. ഇമാദത്തുൽ അദാ അനി തരീഖി, മനുഷ്യന്മാര് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശ്രേഷ്ഠത പറയുന്നതിനോട് ചേർത്ത് പറഞ്ഞു, മനുഷ്യന്മാര് നടക്കുന്ന വഴികളിലുള്ള മുള്ളുകൾ, പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുന്നത് അത് ആദർശത്തിന്റെ ഏറ്റവും താഴെക്കരയിലുള്ള വളരെ താഴ്ന്ന പടിയിൽപ്പെട്ടതാണ്. ആ പടിയൊക്കെ ചവിട്ടിയിട്ട് വേണം ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ. കുറെ വിശ്വാസപരമായ കർമ്മപരമായ കുറെ ആധിക്യം കൊണ്ട് നേടാവുന്നതല്ല സ്വർഗം. അതിനപ്പുറം കൂടെയുള്ള മനുഷ്യന്മാരെ കൂടി പരിഗണിച്ചുകൊണ്ട് നേടേണ്ടതാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്ന മറ്റൊരായത്തുണ്ട്, ഒമാ അദ്റാകമൽ അഖബ, നിങ്ങൾ ഏറ്റവും അഖബ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെങ്കുത്തായ ദുർഘടമായ വഴിയാണ്. ആ ദുർഘടമായ വഴി നിങ്ങൾ താണ്ടി കടന്നിട്ടുണ്ടോ? ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ, ആ അഖബ എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? ഫഖ്ഖു റഖബ, കഴുത്തുകളെ മോചിപ്പിക്കലാണ്. മനുഷ്യന്മാർ പല രീതിയിൽ സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ഒക്കെയുള്ള പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായി അടിമകളെ പോലെ, ഏഴകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഗതികെട്ട മനുഷ്യന്മാരുണ്ട്. അത്തരം മനുഷ്യന്മാരെ പരിഗണിക്കുക, മോചിപ്പിക്കുക. ക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത്, പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി കാണുന്ന സമയത്ത് ആ പട്ടിണി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. യതീമെന്താ മക്റബ, തന്നോട് ചേർന്ന് നിൽക്കുന്ന അടുത്തടുത്ത് കൂടെ തന്നെയുള്ള തങ്ങളുടെ കൂടെയുള്ള അനാഥരായ മനുഷ്യന്മാര്, അവരെയും പരിഗണിക്കുക. യതീമെന്താ മക്റബ, മിസ്കീനെന്താ മത്രബ. തുറാബ് എന്ന് പറഞ്ഞ മണ്ണാണ്, മത്രബ് എന്ന് പറഞ്ഞ മണ്ണോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന മിസ്കീനുകളായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട അന്നന്ന് പണിയെടുത്ത് മണ്ണ് പണിയെടുത്ത് വിയർപ്പൊഴുത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ ആഹാരത്തെക്കുറിച്ച് സംസാരിക്കണം. ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞു സുമ്മക്കാനമിനല്ലതീനാമനു. അതിനുശേഷം ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുക. ഞാൻ വിശ്വാസിയാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അള്ളാഹുവിനും പരലോകത്തിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾക്കൊപ്പം നമ്മുടെ ആദർശ പ്രവർത്തനത്തോടൊപ്പം ഉണ്ടാവേണ്ടുന്ന ഒന്നാണ് സഹജീവികളെ പരിഗണിക്കുക എന്നുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, തന്റെ സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നതാണ് ഈ മദീന പള്ളിയിൽ ഒരു മാസം എത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. പ്രവാചകൻ പറയാൻ, എത്തിക്കാത്തിരിക്കുക, നമസ്കാരം, ദിക്ർ, പ്രാർത്ഥന, ഖുർആൻ പാരായണമൊക്കെയാണ് എത്തിക്കാപ്പിൽ വന്നാൽ ചെയ്യാം. ആ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി 1000 ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം പള്ളിയിൽ കുത്തിയിരിക്കുന്നതിനേക്കാളും ഒരു ദിവസം മനുഷ്യന്മാർക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ പ്രയാസം ദൂരീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുക, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ അവർക്ക് ആശ്വാസമാവുക, ഇതൊക്കെ വിശ്വാസികളുടെ പണിയാണ്, നമ്മുടെ ദൗത്യമാണ് എന്ന് ഇതും കൂടി ചേർന്നാലാണ് പരലോകത്ത് നമ്മുടെ ആരാധനകൾ, നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് ആ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ആ മനുഷ്യന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുക, അത് വലിയൊരു മനസ്സാണ്. എല്ലാ ആളുകൾക്കും അത് കിട്ടണമെന്നില്ല. നമുക്ക് ചുറ്റിലും നമുക്ക് കാണാം, ഓരോ മനുഷ്യന്മാരും അവരവരുടെ ലോകത്താണ്. കുടുംബം, ജോലി, അല്പം വിനോദം, അതിനപ്പുറത്തെ ചില മനുഷ്യന്മാരെ അവർക്ക് കാണാം. അവർക്ക് കുടുംബമുണ്ട്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, എന്നാൽ അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ജോലിക്കൊപ്പം തന്നെ ജോലി പോലും സേവനമാക്കുന്ന, അവരുടെ പ്രൊഫഷനായ ഒരു ഫീൽഡ് അതുപോലും മറ്റു മനുഷ്യർക്ക് എങ്ങനെ സഹായകമാകും.
പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകമാകുന്ന പ്രവർത്തനമാക്കി മാറ്റുക. ഞാൻ അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് ഇത്തിരിയെങ്കിലും ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാം, മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. നിങ്ങൾ ആ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുകയെന്ന് മഹാന്മാർ നമ്മളോട് പറയുന്നത്. ആരോഗ്യത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ക്യാൻസർ പോലെയുള്ള രോഗം ബാധിച്ച ആളുകളുള്ള ഇടങ്ങളിലേക്ക് പോകണം. എന്നാൽ യാതൊരു വിലയുമില്ലാതെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം കടന്നിറങ്ങുന്നു, നല്ല ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്നു, ആരോഗ്യത്തോടെ ദിവസവും കടന്നിറങ്ങുന്നു. എത്ര വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി. ഈ ആരോഗ്യത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില മനുഷ്യന്മാരുണ്ട്. വായിലെ കൂടെ നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, മൂക്കിലൂടെ നമ്മെപ്പോലെ നമ്മൾ പോലും അറിയാതെ ശ്വാസം കഴിക്കുന്നത് പോലെ ശ്വാസം കഴിക്കാൻ, ഒരു ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, തൊണ്ടയിലും അതുപോലെ കഴുത്തിലുമൊക്കെ ക്യാൻസർ വന്ന മനുഷ്യന്മാരെ പരിഗണിക്കണം. ശരിയാവിധം നമ്മൾ ബാത്റൂമിലൊക്കെ പോയാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഒരുപാട് നേരം നിന്നാൽ ശരീരത്തിന് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ കാണാം. പലവിധ രോഗങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ. ചെറിയൊരു നരമ്പിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മെ പോലെയുള്ള ആരോഗ്യമുള്ള മനുഷ്യർ നമ്മളവരെ മന്ദബുദ്ധികളെന്ന് അല്ലെങ്കിൽ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റിലും നമ്മൾ നോക്കിയാൽ നമുക്ക് അഹങ്കരിക്കാൻ ഒട്ടുമേ ഇല്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരെ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനാഥയുടെ തലയിൽ നിങ്ങൾ തടവി നോക്കണം, നിങ്ങളുടെ മനസ്സ് അലിവുള്ളവനായിട്ട്. അങ്ങനെയുള്ള ഹദീസുകൾ ധാരാളം കാണാം. പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അവരാരായിരുന്നു എന്ന് നമുക്കറിയാം. ആ ആളുകൾ ഏറ്റവും താഴെയുള്ള മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായ സന്ദർഭത്തിൽ സ്വാഭാവികമായി എന്താവും, തിരക്കുള്ള ഭരണകർത്താവായി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും രാവിലെ പോയി ആട്ടിനെ കറന്ന് മുറ്റമടിച്ചു കൊടുത്ത് പാത്രമൊക്കെ കഴുകി കൊടുത്തിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അങ്ങനെ ഖലീഫയായി ചുമതലയെടുത്തതിന്റെ പിറ്റേന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പോവുകയാണ്, ആ വീട്ടിലേക്ക് പോവാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്യാൻ എത്താൻ സാധ്യതയില്ല, ഞാൻ ചെയ്യാം. അങ്ങനെ പോയപ്പോൾ ആ പണി നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നും വരുന്ന ആൾ നേരത്തെ ചെയ്തു പോയിട്ടുണ്ട്. അവരങ്ങനെയാണ്. ആ ആളുകൾ അവരുടെ സ്വർഗം ഉറപ്പാക്കിയത് വെറും ആരാധനകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ കയ്യിലുള്ള ആരോഗ്യത്തെ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ മറ്റ് മനുഷ്യന്മാരെ കൂടി എല്ലാ രീതിയിലും സഹായിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടും. ജനസേവനം എന്നത് പലപ്പോഴും സമൂഹത്തിൽ പല നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്താണ്. ജനസേവനം അള്ളാഹുവിനുള്ള ആരാധനയാണ്, ഇബാദത്താണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന, നമ്മെ വിനയാന്വിതരാക്കുന്ന, മനസ്സിനെ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുത്തി കളഞ്ഞാൽ നമ്മളല്ലാതാക്കുന്ന അഹങ്കാരം പോലുള്ള, കിബിറ് പോലുള്ള ദൂഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് ജനസേവനം എന്ന് പറയുന്നത്. മറ്റു മനുഷ്യന്മാർക്ക് വേണ്ടി തലയിൽ അല്പം ചുമടെടുക്കുക, മറ്റു മനുഷ്യന്മാർക്ക് വേണ്ടി അല്പം ചളിവിറളുക, വെയിലുകൊള്ളുക, മഴ കൊള്ളുക, ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള കിബിറ് അലിഞ്ഞു തീർന്നതായി നമുക്ക് കാണാം. നമ്മൾ വിനയാന്വിതരാകും. ആ രീതിയിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തരം ദാസന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നമ്മളൊക്കെ അവരോടൊപ്പം സ്വർഗത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നു. അവര് പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരണമെന്നാണ്. ആ സ്വർഗം നേടാൻ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ, ആ രീതിയിലുള്ള മറ്റു മനുഷ്യന്മാർക്ക് കൂടി ഗുണകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെയും അള്ളാഹു അവനെയും സഹായിച്ചുകൊണ്ടിരിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു മനുഷ്യന്മാർക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപകാരപ്പെടുന്നുണ്ടോ ആ രീതി അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. സിറാത്ത് പാലം കിടക്കുന്ന സന്ദർഭത്തിൽ, കാലുകൾ അടിവതറുന്ന സന്ദർഭത്തിൽ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തും മറ്റുള്ളവരെ സഹായിക്കുന്നവരെ എന്ന് സ്വഹിയായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഒരു മനുഷ്യന്റെ ആവശ്യപൂർത്തീകരണത്തിന് ഒരു സഹോദരൻ ഇറങ്ങിത്തിരിച്ചാൽ തിരിച്ചു വരുന്നത് വരെ അള്ളാഹും അവന്റെ ആവശ്യപൂർത്തീകരണത്തിലായിരിക്കും എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ സാധിക്കും. ഇങ്ങനെ മറ്റു മനുഷ്യന്മാരെ പരിഗണിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അതിനുള്ളൊരു മനസ്സ് നമുക്ക് നൽകുന്ന ഒരുപാട് ഹദീസുകൾ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെറുതെ അല്ല, നമ്മൾ നമ്മളോടൊപ്പമുള്ള മനുഷ്യന്മാരെ പരിഗണിക്കണം. ദാനധർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദാനമുണ്ട്. നമ്മളൊക്കെയും കുത്തുബകളിൽ കേൾക്കാതെ പോകുന്നൊരു ദാനമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള രക്തം മറ്റുള്ളവർക്ക് നൽകുക. നമ്മളിൽ എത്ര പേർ രക്തദാനം ചെയ്യുന്നവരാണ് എന്ന് എനിക്കറിയില്ല. നമ്മൾ ആ രക്തത്തിന്റെ ആവശ്യകത അനുഭവപ്പെട്ട സന്ദർഭങ്ങൾ നമ്മളിൽ ആർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ആ ആളുകൾ ഹോസ്പിറ്റലിൽ അകത്ത് കിടക്കുമ്പോൾ ഉടനെ 2-3 യൂണിറ്റ് രക്തം വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ നമ്മോട് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് ഫോൺ. എത്ര നേരം മണിക്കൂറുകൾ കുത്തിയിരുന്ന് കിട്ടാവുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് ആ രക്തം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. പല ആളുകൾക്കും അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ രക്തം കിട്ടാതെ വിളിച്ചവർ പ്രതികരണമില്ലാതെ കണ്ണു നിറയുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊരു പക്ഷെ പ്രിയപ്പെട്ടവൾ ഹോസ്പിറ്റലിന്റെ അകത്ത് സർജറിക്ക് വിധേയമാകുന്ന സന്ദർഭമായിരിക്കാം, സ്വന്തം കുഞ്ഞിന്റെ ആവശ്യമായിരിക്കാം, അല്ലെ എന്റെ പിതാവ് അല്ലെ മാതാവ് ഡയാലിസിന് വിധേയമാകുന്ന സന്ദർഭങ്ങളായിരിക്കാം, അല്ലെ ക്യാൻസർ വന്ന ആളുകൾക്ക് അങ്ങനെ രക്തം ആവശ്യമായി വരുന്ന ഒരുപാട് രോഗികളുണ്ട് നിത്യേന. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് 350 മില്ലി രക്തമേ കൊടുക്കേണ്ടുള്ളൂ. 3 മാസം കൂടുമ്പോൾ ആണുങ്ങൾക്കും കൊടുക്കാം, 4 മാസം കൂടുമ്പോൾ പെണ്ണുങ്ങൾക്കും കൊടുക്കാം. അതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെ അതിനുള്ളൂ, ദോഷങ്ങളൊന്നുമില്ല. അതൊരു വലിയ ദാനമാണ്. ഇങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മറ്റു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ദാനധർമ്മങ്ങൾ, നന്മകൾ, സൽക്കർമ്മങ്ങൾ, അതിൽ നമ്മുടെ മനസ്സിനെ അത്തരത്തിലുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ട് കൂടി സജീവമാക്കിയെടുക്കണം. നമ്മൾ നിർവഹിക്കുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾക്കൊപ്പം തന്നെ നമ്മോടൊപ്പമുള്ള മനുഷ്യന്മാരെ, അവർ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളായിരിക്കാം. നമുക്ക് കാണാമല്ലോ, ഇന്ന് റോഡിലൊക്കെ ആക്സിഡന്റ് ആയാൽ പണ്ട് കുറെ മനുഷ്യന്മാർ മൊബൈലും കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചില മനുഷ്യന്മാരെ എഴുന്നേറ്റ് നിൽക്കും. അവർ ആ രോഗിയെ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയ ആളുകളെ വേണ്ട വിധം ശുശ്രൂഷിച്ചുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കും. ഒന്നും പറയാതെ ഹോസ്പിറ്റലിലെത്തി അവർ തിരിച്ചവരുടെ വഴിക്ക് പോകും. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ. ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സ്വന്തമായി കയ്യിൽ കാശില്ല, എന്നാൽ രോഗം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത രോഗികളായ ആളുകൾക്ക് പലരെയും കണ്ട് യാചിച്ച് പണമെത്തിച്ചു കൊടുക്കുന്ന, എന്റെ കയ്യിൽ പണമില്ലെങ്കിലും പലരെയും കണ്ട് മറ്റുള്ളവർക്ക് തണലൊരുക്കാൻ കഴിയുന്ന വീടുണ്ടായി കൊടുക്കുന്ന അങ്ങനെയുള്ള മനസ്സുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അവരുടെ കൂടെ ഒപ്പം ചേർന്ന് നമ്മൾ അങ്ങനെയുള്ള സൽവൃത്തരായ സൽക്കർമ്മങ്ങളായിട്ടുള്ള സഹായമനസ്കരായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിയാറാണ്. അള്ളാഹു അവർക്ക് എല്ലാത്തരത്തിലും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പടച്ചവരെ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും അസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.